കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ സഭായോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Holy name of our Lord and Savior Jesus Christ be glorified this afternoon. അനുഗ്രഹീതമായ വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിപ്പാൻ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. I thank and praise God for the opportunity that He's given us to praise and thank God in the sanctuary. ഈ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ കുടുംബം, എബിൻ പാസ്റ്റർ, മറ്റ് കല്യാൺ പാസ്റ്റർ, മറ്റ് സന്നിധരായിരിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. I humbly greet you in the name of our Lord and Savior Jesus Christ, all the pastors here and all the members. ഇന്നലെ സന്ധ്യാസമയത്ത് നടന്ന പ്രാർത്ഥനയിൽ ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം അവിടെ പ്രസ്താവിക്കുവാനിടയായി. In the evening meeting in Oneonta, I proclaimed something. ഏറ്റവും കൂടുതൽ ഭാഷയെ അറിയുന്ന നമ്മുടെ ദൈവത്തിനാണ്. Our God knows a lot of languages. ഉഗാണ്ടയിലെ ഭാഷയൊന്നും നമുക്കറിയില്ല. We don't know what the language is in Uganda. എബിൻ പാസ്റ്റർ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മയിലൊന്നും നിന്നില്ല. Ibn Pastor said a few words. I cannot remember that. ഞാൻ ഒത്തിരി നാൾ കൂടിയാണ് തെലുങ്കിലുള്ള ഒരു ശുശ്രൂഷ അനുഭവിക്കുന്നത്. And I have been a part of a Telugu meeting after a very long time. അപ്പോൾ തെലുങ്ക് ഭാഷ നമ്മുടെ കർത്താവിന് അറിയാം. And Lord knows Telugu. എനിക്ക് ഈ ഭാഷയിലൊന്നും അറിയില്ല, എനിക്ക് ഉള്ളി മലയാളം മാത്രമേ അറിയാവുള്ളൂ. And I do not know any of these languages, only Malayalam. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം കർത്താവിന് അറിയാം. And God knows that language too. നമ്മുടെ ആരാധനയുടെ പ്രത്യേകത കർത്താവിന്റെ സാന്നിധ്യമാണ്. And the specialty of our meetings is this presence of God. ഇവിടെ ക്രമീകരിച്ചാൽ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇതിൽ വെറും തൊഴിലുറപ്പിന്റെ പരിപാടിയാണെന്ന് ഞാൻ പറയുന്നത്. And no matter what we do in this church, if the presence of the Lord is not here, it's just for show. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ദൈവഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. And when we are in the presence of the Lord, be with fervent prayer and in the spirit. കർത്താവിന്റെ ദാസൻ ഉഗാണ്ടയിലെ പ്രവർത്തനങ്ങളെയും അവിടെയുള്ള ദൈവവേലയെ പറ്റി വളരെ ഹൃദയഭാരത്തോടെ നിങ്ങളുടെ നടുവിൽ പ്രസ്താവിച്ചല്ലോ. And the servant of the Lord proclaimed about Uganda and the service that he has done there. എൻ്റെ പിതാവിന്റെ ഒരു സ്നേഹിതൻ നാസിക്കിൽ മിലിറ്ററിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. A friend of my father was a very high military officer in Nasik. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് സഹോദരങ്ങളെല്ലാം ഈ അമേരിക്കയിൽ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നു. And all of his family members are in America. അവരുടെ കാര്യങ്ങൾ ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. And they have been filed to come immigrate to America. എന്നാൽ താൻ ദൈവത്തെ അറിഞ്ഞ ശേഷം താൻ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. But after knowing the Lord, he submitted himself in Maharashtra. എനിക്ക് 2 പ്രാവശ്യം ആ സഭയിൽ പോയി ദൈവദാസനോട് ഒരുമിച്ച ഗ്രാമങ്ങളിലും ആ സഭയിലെ പ്രവർത്തനങ്ങളിലും സഹകരിപ്പാൻ ദൈവമിടയാക്കി. And the Lord helped me to be and minister the people of Maharashtra in the villages with that church. തന്റെ ശുശ്രൂഷ മുഖാന്തരം മിലിറ്ററിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആന്ധ്രയിലാണോ ഹൈദരാബാദിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ആ ഓഫീസർ വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവമിടയാക്കി. And a officer either in Hyderabad or somewhere in Andhra Pradesh came to the Lord through that ministry. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കടന്നുപോയി ഒരു പ്രാർത്ഥനയെ സംബന്ധിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. And the Lord helped me to go to that man's house and be a part of a prayer meeting. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഈ യേശുവിനെ നേരത്തെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. And this is what the person told me. I should have known this Jesus sooner. അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം കർത്താവിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് തന്റെ ഗ്രാമത്തിൽ 2 ദൈവദാസന്മാരെ നിർത്തി ആ സമയങ്ങളിൽ കർത്താവിന്റെ വേല അവിടെ ചെയ്യുകയായിരുന്നു. And he was spending a good portion of his salary and appointed 2 pastors, and he was serving the Lord. ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ദൈവസഭയെ ഒന്ന് ഉണർത്തുവാൻ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. I would like to encourage and arouse the church in this manner. ഈ അമേരിക്കയിൽ വന്ന നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടൊന്നും നേടിയതിന്റെ കണക്കൊന്നും കർത്താവ് യോജിക്കുന്നില്ല. And the Lord is not asking for us anything that we have gotten from our life in America. കർത്താവിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് കർത്താവ് ഓർക്കുന്നത്. In the presence of the Lord, our God is asking us, what did we do for him? ഞാനിവിടെ ദൈവദാസൻ വളരെ ആത്മഭാരത്തോടെ ആ കാര്യം പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിലേക്ക് വന്ന ഒരു ദൈവോധന ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. And I'd like to say a portion where what that came to my mind when pastor was preaching about Uganda. ആർക്ക് പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരാൻ പോവുകയാണ്. There is a night coming that no one can work. ഒന്നുകൂടെ ദൈവാത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്, ആർക്ക് പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരാൻ പോവുകയാണ്. There is a night coming that nobody can work. അതുകൊണ്ട് സമയമുള്ളപ്പോഴൊക്കെ അയച്ചവന്റെ വേല ശക്തിയോടെ ചെയ്യുവാൻ, but do the work that he is entrusted in this daytime. അതിന് ചുമൽ കൊടുക്കുവാൻ, to shoulder responsibility. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. And let the Spirit of the Lord help you to do that. ഞാൻ 2 മിനിറ്റ് എന്റെ സാക്ഷ്യം എന്ന് പറയാം.
And let me say my testimony here. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. I was not desiring to say that. ഞാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വളരെ നിയോഗം ചില നാളുകളായി എന്റെ മനസ്സിലുണ്ട്. And the Spirit of the Lord has been leading me in a certain manner. ഞാൻ ഒരു സുവിശേഷകന്റെ മകനായി ജനിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. I was privileged to be born as the son of an evangelist. എന്റെ ചെറുപ്രായം മുതൽ എന്റെ പിതാവ് എന്നും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കും ഞാനൊരു സുവിശേഷകനായി തീരണമെന്ന്. And my father prayed that I be an evangelist and a preacher. എന്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ And as I was awaiting my results in my 10th class, ഒരു ദിവസം സന്ധ്യാസമയത്ത് അദ്ദേഹം വീട്ടിൽ കടന്നു വന്ന ഒരു ബൈബിൾ കോളേജിലെ ആപ്ലിക്കേഷനോ എന്റെ കയ്യിൽ തന്നു. he gave me an application from a Bible college. അദ്ദേഹം പ്രാർത്ഥിച്ച് അത് അയക്കാനുള്ള പൈസയും എന്റെ കയ്യിൽ തന്നു. And he also gave me the money for that application. ഞാൻ അത് കീറിക്കളഞ്ഞു. And I threw it away. എന്നോട് ചോദിച്ചു അയച്ചോ എന്ന് ചോദിച്ചു. And he asked me, did you send it? ഞാൻ പറഞ്ഞു അയച്ചെന്ന് പറഞ്ഞു. And I said yes. അതിന്റെ മറുപടി വരേണ്ട സമയം കഴിഞ്ഞിട്ട് വരാതിരുന്നപ്പോൾ And after we received no reply, അദ്ദേഹം അവിടെ ചെന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് എന്റെ ആപ്ലിക്കേഷൻ അവിടെ വന്നോ എന്ന് ചോദിച്ചു. my father went and inquired if my application was received. എന്റെ പിതാവിനോട് ഒരു പാപ്പച്ചായ അപേക്ഷ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. And my father was told that application never came. വീട്ടിൽ വന്ന് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. There were many problems in my household. അന്നത്തെ നമ്മുടെ യൗവനത്തിന്റെ ചെറുപ്പത്തിന്റേതായ ബാല്യത്തിൽ അതൊന്നും വലിയ വകവയ്ക്കുവാൻ ഇടയായില്ല. And I did not care since I was very young. സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല കേട്ടോ. And the time does not wait for anybody. ഈ ഇന്നലത്തെ സമയം ഇന്ന് കിട്ടുകയില്ല. Tomorrow you cannot get it too much today. സമയമൊക്കെ തക്കത്തിന് ഉപയോഗിച്ചോണം. And you have to use your time wisely. ആരോഗ്യമൊക്കെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. Your strength you have to use it for God. ശബ്ദം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. Your voice for the Lord. നിങ്ങൾക്ക് തന്ന വാഹനം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. The vehicle that you have for the നിങ്ങൾക്ക് Lord. പാർക്കാൻ തന്ന ഭവനം ദൈവത്തിന് The house ഉപയോഗിക്കണം. that you have for the Lord. നിങ്ങളെ ഏൽപ്പിച്ച പണം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. And the money that you have given to the Lord. എന്റെ വിവാഹം കഴിഞ്ഞു എനിക്കൊരു കുഞ്ഞായി. I had a child after my marriage. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും പ്രാർത്ഥനയുണ്ട്. And there used to be prayer meetings every month in our church. 10-30 ദൈവദാസന്മാർ വന്ന് ഒരുമിച്ച് അവരുടെ ടീം പ്രവർത്തനത്തിന്റെ പ്രാർത്ഥനയാണ് നടക്കുന്നത്. And I was a part of a team and we had meetings related to that. അന്ന് ചർച്ചകോടിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന വൈ പാപ്പച്ചൻ എന്ന് പറയുന്ന ദൈവദാസനാണ് ഞങ്ങളുടെ ഭവനത്തിൽ നടന്ന ആ പ്രാർത്ഥന ശുശ്രൂഷയ്ക്കായി വന്നത്. And Y Papachan, he may his soul rest in peace. He was a part of that meeting that day. അദ്ദേഹം വന്ന ഉടനെ എന്റെ തലയിൽ കൈവച്ച് എന്നോട് പറഞ്ഞു നീ ആദ്യജാതൻ നീ യഹോവയ്ക്കുള്ളവൻ തന്നെ. And he laid hands on my head and said you are the firstborn and you are for the Lord. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. And grace and mercy shall follow you all the days of your life. ഇല്ലെങ്കിൽ നീ യോന പോയതുപോലെ മടങ്ങി വരും. Otherwise you will go like Jonah did. ഞാൻ ആ സമയത്ത് സൗദി അറേബ്യയ്ക്ക് പോകാനുള്ള ചില പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And at that time I was working on some paperwork to go to Saudi Arabia. ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്കൊരു വീട് വെക്കണം അതുവരെ എനിക്കൊരു സാവകാശം തരണമെന്ന് പറഞ്ഞു. And I said to the Lord, give me time until I have money enough to build a house. അങ്ങനെ ഞാൻ പാകിസ്ഥാൻ വഴി സൗദി അറേബ്യ റിയാദ് എന്ന പട്ടണത്തിൽ ചെന്നേരുവാൻ ഇവിടെയാണ്. And I ended up in Riyadh in Saudi Arabia. ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട് കേട്ടോ. And there's a verse in the Bible. അവൻ മുൻപും പിൻപും അടച്ച ദൈവത്തിന്റെ കരം ഭാരമായി വന്നു. He closes the front doors and the back doors and the hand of the Lord became heavy on me. സഹായിക്കാൻ കഴിവുള്ള പ്രാപ്തരായ പലരുണ്ടായിട്ട് അവരുടെ ഒന്ന് കരത്തെ ദൈവത്തെ ചലിപ്പിച്ചില്ല കേട്ടോ. There were many able enough to help me but none of them did. മിസ്രയീമിൽ ഇസ്രായേൽ ജനം ഊഴിയ വേല ചെയ്തതുപോലെ 3.5 വർഷം ആ മരുഭൂമിയിൽ ഊഴിയ വേല ചെയ്യുവാനിടയായി. And as the Israelites were slaves in Egypt, I was a slave, worked as a slave there. എന്റെ മാതാവ് മരിച്ചു കാണുവാൻ കഴിഞ്ഞില്ല. My mother died but I couldn't see her. എന്റെ വിസ റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ട് റിന്യൂ ചെയ്ത് തന്നില്ല. My visa wasn't renewed. അങ്ങനെ ഒരു കള്ളപ്പുള്ളിയെ പോലെ 2 വർഷം അവിടെ പാർക്കാൻ ഇവിടെയാക്കി. And I was there illegally for about 2 years. ഒരു ദിവസം പോലീസുകാർ ആരാധനയ്ക്ക് പോകുന്ന വഴി പോലീസുകാർ എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി. And the policeman jailed me after a prayer meeting. എന്നാൽ ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. And the Lord rescued me. അവിടെ പോലീസുകാർക്ക് ഞാൻ പിടികൊടുത്ത് ജയിലിൽ 4 ദിവസം കിടന്ന് ഒന്നുമില്ലാത്തവനായ ദൈവദാസൻ പറഞ്ഞതുപോലെ നാട്ടിൽ വരുവാൻ ഇവിടെയാക്കി. And after 4 days in jail, I was deported back to India. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും കർത്താവിന്റെ വേല ചെയ്യാതെ ഒരു കാര്യവും നടക്കുകയില്ലെന്ന്. And then I realized there was no option for me except for the work for the work of the Lord. അങ്ങനെ അന്ന് കർത്താവിന്റെ സൈൻ നെടുമ്പാട് വീണു. And I fell face first in the Lord's presence. കർത്താവിനെ കഴുകി ശുദ്ധീകരിച്ചു. And he cleansed me. കർത്താവിന്റെ വചനം പഠിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. And he gave me the opportunity to learn his word. കഴിഞ്ഞ 25 വർഷമായി കർത്താവിന്റെ ഒരു എളിയ ദൈവദാസനായി ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കി. And I've been serving as a humble man of God since then. പല കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും
പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. I've been faced with many troubles and tribulations in my യോബ് life. അതിന് പറയുന്ന ഒരു മറുപടിയുണ്ട്. And there is a word that Job says, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. if he tests me, I shall come out like gold. കർത്താവ് 2 കുഞ്ഞുങ്ങളെ തന്നു. The Lord blessed me with 2 children. ഞാൻ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി എടുത്തു. And I made a covenant with the Lord. കർത്താവേ, ഞാൻ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരണത്തോടെ ചെയ്യാം. And I will do everything that you as you say, Lord. എന്റെ തലമുറയെ നീ അനുഗ്രഹിച്ചു നൽകണം. And you have to bless my progeny. അവരാരുടെ മുമ്പിൽ കൈനീട്ടാൻ അനുവദിക്കരുത്. Let my children not have their hands before anybody. അവർക്ക് മാന്യമായ നല്ല വിദ്യാഭ്യാസം നീ കൊടുക്കണം. And you have to give them good education. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. And the Lord heard my prayer. കേട്ടോ കർത്താവിന്റെ കരങ്ങളിൽ തലമുറ ഏൽപ്പിക്കണം. And you have to let your generations go in front of the Lord. അമേരിക്കയാണെന്ന് പറഞ്ഞിരിക്കരുത്. And you have not to say this is America. ഞാൻ കഴിഞ്ഞ ദിവസം ചില സ്ഥലങ്ങളിലൊക്കെ ഈ രാജ്യത്ത് സന്ദർശിക്കുവാൻ ദൈവം എനിക്കിടയാക്കി. And the Lord helped me to travel in certain places in America. കേൾക്കുന്ന വാർത്തയൊന്നും ശുഭകരമല്ല കേട്ടോ. And the news I heard was not good. ഹന്ന പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബാലനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടോ. And Hannah said, this is the son that I prayed for. പ്രാർത്ഥിച്ച മകന്റെ ഗുണം എന്നാണെന്നറിയാമോ? And the reason, what is the use of the son ദാൻ that മുതൽ was prayed ബേർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി ദൈവം ഉപയോഗിച്ചു. for? And he was the servant of the Lord, or the priest of the Lord from Dan to Beersheba. ഞാൻ എന്റെ മാതാപിതാക്കളോട് വളരെ ഹൃദയ തുറന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, And to the parents here, I would like to open my heart out. നിങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് വീഴുന്ന കണ്ണുനീർത്തുള്ളി ഒരു തുള്ളിയെങ്കിലും നിങ്ങളുടെ തലമുറയുടെ തല വീഴണം. And the tears that come out of your eyes should, at least 1 drop should be for your children. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യുമെന്നാണ് ദൈവത്തിന്റെ വചനം sow പറയുന്നത്. with weeping, you will reap with rejoicing. ഞങ്ങളെ കുടുംബമായി കാനഡയിലെ പ്രദേശത്തായിരിക്കാൻ ദൈവം ഒരു അവസരം തന്നു. And the Lord helped me to be in Canada for a while. ഇതൊന്നും വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നില്ല കേട്ടോ. And I do not think any of this is a great നമ്മുടെ നേട്ടമെല്ലാം മുകളിലായിരിക്കുന്നത് കേട്ടോ. all of our gain should be in heaven. Praise the Lord. Hallelujah. കരങ്ങളുയർത്തി സ്തോത്രം ചെയ്താട്ടെ. Hallelujah. കർത്താവ് 2 കുഞ്ഞുങ്ങളും കാനഡയിലായിരിക്കുന്നു. Both of my children are in Canada. ഇവിടെ വരാനുള്ള കാര്യം ദൈവമാണെങ്കിലും അതിന് മുഖാന്തരമായി തീർന്ന എൻ്റെ പ്രിയ ദേവദാസൻ എബിൻ അലക്സ് അവറുകളാണ്. And even though God brought me here, the one who became reason for it is Pastor Eben Alex. ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു പിതാവും മകനും എന്ന നിലയിലുള്ള ഒരു ആത്മബന്ധം ആ കുടുംബത്തോട് അടുക്കുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. As a pastor, but also as a father figure, I am very close to his family. എനിക്ക് യുഎസിലേക്കുള്ള വിസ ലഭിക്കുന്നതിന് മുമ്പ് അവർ ഇങ്ങോട്ട് പോകുന്ന ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ അമേരിക്കയ്ക്ക് വരുമെന്ന് പറഞ്ഞു. And as before I got my visa, I said to him, I will come to America to visit you. എൻ്റെ പ്രിയ മകളെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിള് തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞു. And my dear daughter held my hands and said, you should come. അപ്പൊ നമ്മൾ പറയുന്ന അന്യോന്യം സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കർത്താവിന്റെ ദാസ കുശുമ്പും കുന്നായ്മയൊന്നും പറയണ്ട. And you don't have to backstab or talk bad about anybody. നമ്മുടെ വാക്കുകളൊക്കെ ഹൃദ്യമായി കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. Our words are heard clearly by the heavens. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ So ഉയർത്താം. let us lift up our eyes to the mountain where our help comes from. സമയം വളരെ മുൻപോട്ട് കടന്നു പോകുന്നു. The time is exceeding. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. This is the day that the Lord has ഇന്ന് made. സന്തോഷിച്ചുല്ലസിക്കണം കേട്ടോ. And let us rejoice in it. Hallelujah. ആരും മുഖം വീർത്തിരിക്കരുത്. Let us not be sulky. അവൻ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി കേട്ടോ. And he will turn our നമ്മുടെ mourning into joy. രട്ടടിച്ചവൻ സന്തോഷം ഉടുപ്പിച്ചിരിക്കുകയാണ്. And he will turn our sackcloth into festive clothes. മൗനമായിരിക്കുക, ദൈവത്തിന് സ്തുതി കൊടുക്കണം. And do not be quiet, but praise the Lord. ഞാൻ Hallelujah. സംസാരിക്കുന്ന ദൈവം എന്നെ കൊണ്ട് സംസാരിക്കുന്ന വചനമല്ല, എന്റെ ഹൃദയത്തിൽ എന്റെ വിഷയങ്ങളുടെ മുൻപിൽ ഇടപെട്ട ദൈവവചനമാണ്. And all the words that I speak today has helped me in the things that I have faced in my life. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ പ്രാഗൽഭ്യത്തോടെ 2 വാക്കേ പറഞ്ഞെങ്കിലും ഇതെനിക്കറിയാം കർത്താവ് അതിന്മേൽ പ്രവർത്തിക്കുമെന്ന്. So even though I speak very few words, the Lord will work upon it. I know that. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 7-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. Isaiah 50 verses. ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. 57. യെസ്. ആ വചനത്തിനായി കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. Can we praise the Lord? Hallelujah. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ചുരുക്കം ചില നിമിഷങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സഹായിക്കുന്ന ഒരു ദൈവമാണ്. And the thing I would like to talk to you about is the Lord who helps us. നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും കൊണ്ട് അത് ഒരു വിഷയമാകേണ്ട കാര്യമില്ല. Your situations do not matter. ഇന്ന് പകൽക്കാലം ചിലരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്.
The Spirit of the Lord is seeing your hearts and speaking to you. The Lord will help you. ഏതു വിധത്തിലുള്ള സഹായമാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്? How of it help is the Lord? നമ്മുടെ കർത്താവിന്റെ ചെവി മന്ദമായിട്ടില്ല. Our Lord's ear is not weakened. നമ്മുടെ കർത്താവിന്റെ കൈ കുറുകി പോയിട്ടില്ല. Our God's hand is not shortened. നമ്മുടെ കർത്താവ് മുഖസ്തുതി പറയുന്നവനല്ല. Our God does not sing praises. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. And this is what the Lord said to Moses. ഞാനാകുന്നവനാകുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. I am the one I am. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം സഹായിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. And so I would like to introduce you to the Lord that helps. മനുഷ്യന്റെ സഹായമൊക്കെ വ്യർത്ഥമാണ്. The help of the man is useless. ദാവീദ് 20-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. And this is what in Psalms 20 he said. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. Some trust in chariots and horses. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. We will trust in our Lord. Hallelujah. ശലോമോൻ പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ് സദൃശവാക്യത്തിൽ. And this is what Solomon said in Proverbs. യുദ്ധ ദിവസത്തേക്ക് കുതിരയെ ചമയിച്ചൊരുക്കുന്നെങ്കിൽ ജയം യഹോവയുടെ കയ്യിലാണ്. If the Lord prepares a horse for the battle, the victory will be yours. ഇന്ന് രാവിലെ സമയം നിങ്ങൾ ഇതൊന്ന് ഏറ്റെടുക്കണം കേട്ടോ. And you have to receive it today. എന്റെ വാക്ചാതുര്യമൊന്നും ഞാൻ പറയുന്നത് കൊള്ളിയല്ലെന്ന് എനിക്കറിയാം. And I know what I'm speaking is not പക്ഷേ right. ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. But the word of the Lord has the power as of the Lord. അതിന്റെ പ്രവൃത്തി ചെയ്യാതെ അത് മടങ്ങി വരികയില്ല. It would return without doing what it's supposed to. അത് ഞാനാണെങ്കിലും സന്തോഷ് പാസ്റ്റർ ആണെങ്കിലും കല്യാൺ പാസ്റ്റർ ആണെങ്കിലും എബിൻ പാസ്റ്റർ ആണെങ്കിലും ഇവിടുന്ന് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. No matter who speaks from me, it is the word of the Lord. എന്റെ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം എന്നോട് ഇടപെട്ട വചനമാണിത് കേട്ടോ. And this is something that the Lord dealt with me when I was in deep trouble. ഞാൻ ഈ വാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കാൻ എത്ര പ്രാവശ്യം സന്തോഷ് പാസ്റ്റർ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെന്നറിയോ? And I have tried many a times to learn this. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. ഓരോ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആരും സഹായിക്കാനില്ലായിരുന്ന സ്ഥാനത്ത് അദൃശ്യനായ ദൈവം ഇറങ്ങി വന്ന് എന്നെ സഹായിച്ച അനേക സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. And there have been many situations in my life when the invisible hand of the Lord was with me through my troubles. 94-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Psalms 94 verse 17 says like this. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. Unless the Lord had been my help, my soul almost dwelt in silence. ഈ ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എത്ര പേരുടെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞു? And how many of you would I heard about the news of death? എത്ര പേർ മാരക രോഗത്തിന് അടിമകളായ സംഭവങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്? And how many people have you heard that have contracted diseases? നിങ്ങൾ പല പ്രാവശ്യം ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. And I know that you have come to the house of the Lord and worshipped him. ഇവിടുത്തെ വഴിയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. And I know that you know the way to the house of the Lord. നിങ്ങൾ ഓടിക്കുന്ന വാഹനം നല്ല കണ്ടീഷനുള്ള വാഹനമാണെന്ന് എനിക്കറിയാം. I know the vehicles you drive are well. എന്നാൽ ഞാൻ ഈ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, But this is what I would like to stand in the word of the Lord. നിങ്ങൾ ഈ ആരാധനയ്ക്ക് വേണ്ടി വരുവാൻ ഒരുങ്ങിയ സമയം മുതൽ ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ കടന്നു വരുവാൻ കഴിയുകയില്ല. As you were preparing to come to the house of the Lord, if the hand of the Lord was not good towards you, you wouldn't have ended up here. ഞാൻ ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ എന്നോട് തന്നെ പ്രസംഗിക്കാറുണ്ട്. And I speak to myself when I read these verses. ഞാൻ എത്രയോ പ്രാവശ്യം മരണത്തിന്റെ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ? And I have been in the valley of death many a times. വാഹനം ഇടിച്ച് വഴി കിടന്ന് ഞാൻ മരിച്ചുപോയെന്ന് വിചാരിച്ച് എന്നെ എടുക്കാതിരുന്ന സന്ദർഭങ്ങൾ And ഉണ്ടായിട്ടുണ്ട്. there have been many times when I was being hit by a vehicle and nobody took me to the hospital. ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ കുഴഞ്ഞു വീണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. I fainted during a funeral meeting and I was taken to the hospital. മാത്രമല്ല ഒരു മാസം ഞാൻ പിന്നെ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കിടക്കുവാൻ ദൈവമിടയാക്കി. And I was in a hospital for about a month. പക്ഷെ അവിടെ എല്ലാം എന്നെ ദൈവം സഹായിച്ചു കേട്ടോ. But the Lord helped me. എല്ലാരും ഒന്ന് പറഞ്ഞേ, കർത്താവിനെ സഹായിക്കുമെന്ന് പറഞ്ഞേ. Can you say the Lord will help me? എന്താ ദൈവം സഹായിച്ചാലുള്ള ഗുണം? What is the thing about God's help? എന്റെ മുഖം ലജ്ജിക്കുകയില്ല. My face should not be ashamed. എന്റെ മുഖം തീക്കല്ല് പോലെ പ്രകാശിക്കും. My face will be like flint. ഞാൻ ലജ്ജിച്ചു പോകില്ലെന്ന് ഞാൻ അറിയുകയാണ്. I will not be ashamed. എത്രയൊക്കെ സന്തോഷമുണ്ട്. How many of you are happy today? Hallelujah. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ പകൽവേളയിൽ ദൈവത്തിന്റെ സഹായം വേണമെന്ന്? How many of you desire that the Lord help you today? എനിക്ക് ഒത്തിരി സംഭവങ്ങൾ എന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. I have many experiences in my past. എങ്കിലും അത് ഒന്ന് രണ്ട് വാക്യങ്ങളോട് നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കണമെന്ന് എന്റെ ഉള്ളിൽ ദൈവത്തിൽ ആഗ്രഹമുണ്ട്. But I also desire in Christ to preach through the word. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 17-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. Jeremiah 32:17.
നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. Oh Lord God, you have made the heavens and the earth by your great power and stretched them out armed. There's nothing too hard for you. ഇവിടെ പറയുകയാണ് നിന്റെ മഹാശക്തി കൊണ്ട്. Through your great power. അപ്പൊ ദൈവത്തിന്റെ ശക്തിയുടെ പേരെന്താ? What is the name of the power of the Lord? മഹാശക്തി. It's the great power. വചനം പറഞ്ഞ ഏതു മനുഷ്യന് ഉറച്ചു നിന്നാലും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന ശക്തിയുടെ പേരെന്നാന്നറിയാവോ? മഹാശക്തി എന്നാ പറഞ്ഞത്. And we read in the Bible, every man is but a breath, but that the Lord gives this power, this great power, into our mortal bodies. ഒരു യൗവനക്കാരന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ മഹാശക്തി വന്നപ്പോൾ, and when the power of the Lord went into a young man, അവന്റെ നേരെ ഒരു ബാലസിംഹം അലറി വന്നപ്പോൾ, and even when a lion came charging against him, അവന്റെ കയ്യിൽ ആയുധമൊന്നും ഇല്ലാതിരിക്കെ, and even if he was unarmed, ദൈവത്തിന്റെ ശക്തി കൊണ്ട് അതിനെ രണ്ടായി കീറിയെന്നാ ദൈവത്തിൽ എഴുതിയിരിക്കുന്നത്. tore it apart with the power of the Lord. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. And I know that all of you are filled by the Holy Spirit. പഴയ ശക്തി കൊണ്ടൊന്നും ഇനി ജീവിക്കാൻ കഴിയില്ല കേട്ടോ. We cannot live by the old power. ഒരു പുതിയ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? You have to desire for a new power. മഹാശക്തി ദൈവത്തിന് മാത്രമുള്ളതാണ്. The only great power is from the Lord. അത് തന്റെ മക്കൾക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. And the Lord desires to give it to his children. എന്നിട്ട് പറയാം നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. And you can say there is nothing impossible for the Lord. എല്ലാവരും പറഞ്ഞു നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നേ. We say that nothing is impossible for our Lord. വിശ്വാസത്തോടെ ഏറ്റുപറ. Can we say with trust that nothing impossible for our Lord? സദൃശവാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. There is a verse in Proverbs. ജീവനും മരണവും നാവിന്മേൽ ഇരിക്കുന്നെന്നാ പറയുന്നത്. Life and death is in the tongue. കേട്ടോ, ജീവന്റെ വാക്കുകളെ അല്ല അനുഗ്രഹത്തിന്റെ വാക്കുകളെ നാവിൽ നിന്ന് വരാവുള്ളൂ കേട്ടോ. Amen. പ്രൈസ് ദ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്താട്ടെ. Hallelujah. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. And Job 5:8 says like this. ഞാനോ ദൈവത്തിലേക്ക് നോക്കുമായിരുന്നു. I looked upon the Lord. എന്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. And I would entrust my things, commit my cause to the Lord. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു. I would seek unto the Lord. എന്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു കേട്ടോ. And I would entrust my things to the Lord. ഇന്ന് പകൽക്കാലം ദൈവമുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. Can we look upon? ഇന്നലെ രാത്രിയിലും ഞാൻ ആ കാര്യം ഒന്ന് സൂചിപ്പിക്കുവാനിടയായി. I mentioned this before. നോക്കുക മാത്രമല്ല, കാര്യമെല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കണം. Not just look at his face, but entrust him everything. നിങ്ങൾക്ക് ദാനമായി ദൈവം നൽകിയ തലമുറ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. And you have to give your children to the Lord. നിങ്ങൾക്ക് പാർക്കാൻ ദൈവം തന്ന ഭവനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. The house that he's given you to live in to the Lord. നിങ്ങൾക്ക് കർത്താവ് തന്ന ജോലിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. Employment that he's given you to the Lord. മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. And this is what the Lord says to Moses. യോശുവയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. This is what the Lord says to Joshua. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. I will be with you as I was with Moses. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. And no man shall stand against you. കാര്യം ദൈവത്തിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? Can you give these things that you have before the Lord? Hallelujah. ഈ ചർച്ചിന്റെ മിനിസ്റ്റർ ചില കാര്യങ്ങൾ ദേവദാസന് എവിൻ പാസ്റ്റർ ഈ സഭയിൽ കർത്താവ് വരാൻ താമസിച്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയുവാനിടയായി. And I was told about the things that the pastors plan to do in this church. സഭയായി ആ വാങ്ങിയ സ്ഥലത്ത് എനിക്ക് പോയി ഞങ്ങൾ കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. And the Lord gave me the ability to go to the new property and to pray. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. And if the Lord does not build a house, those യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. If the Lord does not guard the city, the guards ദൈവത്തിൽ ഏൽപ്പിച്ചാൽ ദൈവം പണിയും കേട്ടോ. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 57-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Psalms 57:2 reads like this. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. I will cry unto the Most High. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ. Unto God that performs all things for me. കർത്താവിന്റെ ദാസൻ പറഞ്ഞ സമയം തീരാറായി. My time is falling short. യഹോവ സഹായിക്കൂ. Will the Lord help? സഹായിക്കൂ. Will the Lord help? സഹോദരിമാരെ സഹായിക്കൂ. Will the Lord help? സഹായം വേണോ? Do you need God's help? ഞാൻ എന്റെ ഒരു ചെറിയ സാക്ഷ്യം കൂടെ പറഞ്ഞു. അത് നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. മറ്റൊന്നിനുമല്ല കേട്ടോ. മറ്റൊന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചിന്തയൊന്നും വരല്ലേ. ഞങ്ങളുടെ ദേശത്തെ 2-3 പേര് പെട്ടെന്ന് മരിച്ചു ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുകളിൽ. There were a few people who died suddenly near my house. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഇവരുടെയൊക്കെ കണക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു. And the Spirit of the Lord spoke to me saying, I will ask you an account for all these. ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ എന്നാ ചെയ്യണ്ടേ? And I asked the Lord, what should I do?
നീ ഈ ദേശത്ത് എന്നെ ഉയർത്തണമെന്ന് പറഞ്ഞു. and that you should glorify me and raise me up in this land. ഞാൻ ബൈബിൾ സെമിനാരിയിൽ 3-ാം വർഷം പഠിക്കുന്ന സമയമാണ്. And this is when I was studying in the seminary at the 3rd year. ഞങ്ങളുടെ ബൈബിൾ കോളേജിലുള്ള പ്രേയർ ഗ്രൂപ്പിൽ ഞാൻ ഇത് അവതരിപ്പിച്ചു. And I presented it before the prayer group. രാത്രിയുടെ യാമങ്ങൾ ഉണർന്ന ആ വിഷയത്തിന് വേണ്ടി എഴുതി വെച്ചു പ്രാർത്ഥിച്ചു. And we started praying for this matter. മാനുഷികമായ നിലയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. And we did all arrangement that we could humanely. എന്റെ കൂടെ പഠിക്കുന്ന 40-ലധികം സഹോദരന്മാർ ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ വന്ന് പാർക്കുകയാണ്. And many about 40 people were living in that small house of mine. കൺവെൻഷന്റെ 1-ാം ദിവസം. And during the first day of the convention. എന്റെ പിതാവിന്റെ ഇടതുവശം തളർന്നു പോയതുകൊണ്ട് അദ്ദേഹം ഒരു ജീപ്പൊക്കെ വാങ്ങി അതിലാണ് താൻ യാത്ര ചെയ്യുന്നതും സുശേഷീകരണത്തിനൊക്കെ പോകുന്നതും. Since my father was a paralytic, he had a jeep that he traveled in. ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു ഒരു 2-3 ദിവസത്തേക്ക് ഈ ജീപ്പ് എനിക്കൊന്ന് തരണമെന്ന് പറഞ്ഞു. And I asked my father if he could lend that jeep to me for a couple of days. അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. And he said yes. ആ കൺവെൻഷനെ ദൂരെയുള്ള ഏകദേശം ഒരു 10-16 കിലോമീറ്റർ ദൂരെയുള്ള CSI മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ട ഒരു കൺവെൻഷന് കടന്നു വരുവാനിടയായി. And many people came from different denominations came to that convention. ആദ്യ ദിവസത്തെ കൺവെൻഷൻ പര്യവസാനിച്ചു. And after the end of the first session, ആ ജീപ്പിനകത്ത് 20-22-ലധികം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആൾക്കാർ തിങ്ങി കയറിയിരിക്കുകയാണ്. there were many people stuffed into that jeep. ഞാൻ ആ ജീപ്പിന്റെ പടുതായിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നെന്ന് പറഞ്ഞു. And I sealed and prayed that jeep with Jesus' blood. ഞങ്ങൾ അന്ന് പാർക്കുന്ന ഒരു കൊച്ചു വീടാ കേട്ടോ. And we were living in a small house. പറയാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? പഴയ വീടൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പഴയ അലമാരിയിലെ തുണിയും നമ്മുടെ പേഴ്സും ഒക്കെ പഴയതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കുന്ന എൻ്റെ ഒരു എളിയ അഭിപ്രായം. I would say this, that it will be great to look at our past, the lackings in our past. ഞങ്ങളുടെ ആ കൊച്ചു വീടിന്റെ മുറ്റത്ത് ദൈവദാസന്മാർക്കും അന്ന് വന്ന പ്രഭാഷകനും ചോറ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു നമ്മുടെ ജീപ്പ് 40 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു എന്ന്. And as I was serving food for the pastors who came, somebody came in, gave me the news that the jeep met with an accident. ഞാൻ വായിച്ച കുറിവാക്യമായി വായിച്ച വചനം നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ. And do not forget the key words that I read today. ഇങ്ങോട്ട് നോക്കിക്കേ, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. The Lord God will help me. ഞാൻ അവിടെ അലറിക്കരഞ്ഞു ആ വീടിന്റെ മുറ്റത്ത് നിന്ന്. And I cried aloud standing at the porch of the house. ഒരു ദൈവദാസന്റെ ബൈക്കിന്റെ പുറകിൽ ഞാൻ സംഭവസ്ഥലത്തേക്ക് ചെന്നു. And I went to the place that happened. 2 വീടിന്റെ നടുക്കോട്ടായി ജീപ്പ് മറിഞ്ഞിരിക്കുന്നത്. The jeep crashed between 2 40 അടി houses. താഴ്ചയിലേക്ക് വീണ ജീപ്പിന്റെ സാഹചര്യമൊക്കെ നിങ്ങൾ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് പേപ്പർ ദ്വാരയൊക്കെ ആയിട്ട്. And the jeep plunged about 40 feet down. അപ്പൊ ചിലർ പറയുന്ന 5 പേര് മരിച്ചെന്ന് പറയുന്നുണ്ട്. And some people were saying that 5 people ചിലർ പറഞ്ഞു died. ഇനി ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് Some പറയുന്നുണ്ട്. said none could escape. അപ്പൊ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയിരിക്കുകയെന്ന് പറഞ്ഞു. And they were all taken to Kottayam Medical College. ഞാൻ ആ സഹോദരന്റെ ബൈക്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി. And I went on that bike to the Kottayam Medical College. പോകുന്ന വഴിക്ക് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. And on the way the Spirit of the Lord spoke to me. 68-ാം സങ്കീർത്തനം 19-20 വാക്യമാണ് കേട്ടോ. Psalm 68 10-11. ഞാൻ ദൈവസഭയോട് ഒരു കാര്യം ദൈവാത്മാവിൽ പറയാൻ കേട്ടോ. And I would like to proclaim something. നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും no matter how busy you are, ദൈവത്തിന്റെ വചനം നിങ്ങൾ വീട്ടിൽ ശക്തിയോടെ ഉറക്കത്തിൽ വായിക്കണം. you have to read the word of the Lord. നിങ്ങളുടെ തലമുറയെ കൊണ്ട് ദൈവം നിങ്ങൾ വായിപ്പിക്കണം. Children should read the word of the Lord. നമ്മൾ അറിയാത്ത മേഖലയിൽ ഈ വചനം പ്രവർത്തിക്കും കേട്ടോ. And this word will work when we do not know. ആ വാക്യം ഇങ്ങനെയാണ് കേട്ടോ. And the word reads like this. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the Lord who carries our burdens day in and out be blessed. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെയാ കേട്ടോ. And he brings us from death. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മാവ് വചനത്തിൽ കൂടെ ഇടപെടുകയാണ്. And this people the Spirit of the Lord is dealing with certain people here through പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ട സന്ദർഭങ്ങൾ നിന്റെയും എന്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. You and I have had circumstances where we should have died long ago. എന്നാൽ അതിൽ നിന്ന് നീക്കുപോക്കുന്ന ഇന്നും ആരോഗ്യത്തോടെ ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവം അവസരം നൽകിയെങ്കിൽ കര ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. And may the Lord helped us and saved us from those certain deaths. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ഇവരെല്ലാം നിരത്തി കിടത്തിയിരിക്കുകയാണ്. And as these people were all laid out in the ICU in Kottayam Medical College. ചിലരുടെ കൈയോടും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട്. Some people broke their hands, their legs. ഞാൻ അവിടെ ചെന്നപ്പോൾ
ചെന്നപ്പോൾ കൺവെൻഷൻ നടത്തിപ്പുകാരൻ എന്ന നിലയിൽ അവർ വാങ്ങേണ്ട മരുന്നിന്റെയും മറ്റു മെഡിക്കൽ സാധനങ്ങളുടെ എല്ലാ ലിസ്റ്റും കൊണ്ട് അവർ എന്നെ വളഞ്ഞിരിക്കുകയാണ്. And they came out with a long list of medications and the things that they had to buy for the people who were injured. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല കേട്ടോ. I did not have any money. ചില കാര്യത്തിന് പൈസയൊന്നും വേണ്ട കേട്ടോ, ഒരു ദൂതായിട്ട് ഏറ്റെടുത്ത് വെച്ചാൽ മതി കേട്ടോ. പൈസ കൊണ്ട് നടക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? You think ഒരു പൈസ വേണ്ട സന്തോഷ് പാസ്റ്ററെ. ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ ബാക്കി കാര്യം ദൈവം ചെയ്യും കേട്ടോ. And if you're ready to do the things that Lord has entrusted you, the Lord will do the rest. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാതിക്കലുള്ള മെഡിക്കൽ സ്റ്റോറിൽ കൂടെ പണയം വെച്ച് And I loaned my driver's license അവർക്ക് ആവശ്യമായ മരുന്നൊക്കെ ഞാൻ വാങ്ങി കൊടുത്തു. and I gave them all the medication that they needed. ആരും മരിച്ചില്ല കേട്ടോ. Nobody died. ഞാൻ വിചാരിച്ചു അതോടുകൂടി കൺവെൻഷൻ തീർന്നു പോയെന്നാ വിചാരിച്ചേ. And I thought the convention would have ended there. ആ കൺവെൻഷൻ വിജയകരമായി പൂർത്തീകരിപ്പാൻ ദൈവം ഇടയാക്കി. And the convention ended successfully. ഞാൻ ദൈവാത്മാവ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. And I would like to ask you a question in this. അന്ന് ഒരാൾ മരിച്ചിരുന്നെങ്കിൽ, if somebody had died then, രണ്ടുപേര് മരിച്ചിരുന്നെങ്കിൽ, if two people had died then, മൂന്ന് പേര് മരിച്ചിരുന്നെങ്കിൽ, if 3 people had ഈ died, ആത്മനിൽ ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ എനിക്ക് ദൈവത്തെ ഉയർത്താൻ സാധിക്കുമോ? could I lifted the spirit of the name of the Lord in this Albany tonight? യഹോവ എന്നെ സഹായിച്ചു കേട്ടോ. The Lord helped me. 12 വർഷമുള്ള ഒരു സഹോദരിയുടെ കാര്യം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. We read about a person who was suffering അവരുടെ for 12 years. മുതലുകളെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. And she had given everything to the doctors. എന്റെ ഭാഷയിൽ പറഞ്ഞ അവിടെ വീട് ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോർ ആയി തീർന്നിരിക്കുകയാണ്. And her the house looks like a medical store. അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു കേട്ടോ. And she heard the news of the Lord. ഈ നാളുകളിൽ കേൾക്കാൻ കൊള്ളാവുന്ന ഒരു വർത്തമാനം യേശുവിന്റെ വാക്കാ കേട്ടോ. And if you can listen to anything these days, it is the news of the അവൾ Lord. വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് കേട്ടോ. And she held the hem of Jesus' ക്ഷണത്തിൽ dress. അവളുടെ ബാധയൊഴിഞ്ഞ് അവൾ ശരീരത്തിൽ സ്വസ്ഥയായി കേട്ടോ. And she was cleansed and she was healed. ഞാൻ എന്റെ വാക്കുകൾ കൂടെ കുത്തിടുകയാണ്. And I would like to conclude here. എല്ലാരും പറഞ്ഞേ, Can you all say? ശബ്ദം ഉയർത്തി പറയണം കേട്ടോ. Can you raise your voices and say? യഹോവയായ കർത്താവിനെ സഹായിക്കും. The Lord God will help you. യഹോവയായ കർത്താവിനെ The സഹായിക്കും. Lord God will help you. യഹോവയായ കർത്താവിനെ സഹായിക്കും. The Lord God will help me. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രിയ സഹോദരനോടും ശ്രവിച്ച എല്ലാവരോടും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. The Lord help you with these words. Can we all stand and